അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ADGP MR അജിത് കുമാറിന് സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്നാണ് സൂചന. ഇന്നലെ കണ്ണൂരിൽ നിന്നെത്തിയ മുഖ്യമന്ത്രി ഫയൽ വിളിച്ച് ഒപ്പിടുകയായിരുന്നു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടന്നത്. തുടർന്ന് അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദനം ഇല്ല എന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രി മുഖ്യമന്ത്രി അംഗീകരിച്ചിരിക്കുന്നത്. അതേസമയം അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദനം ഇല്ലെന്നായിരുന്നു വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിനാണ് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നറിയുന്നു. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറുവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഹൌസിലെ മരം മുറി തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ADGP-ക്കെതിരെ ഉന്നയിച്ചിരുന്നത്. ഇക്കാര്യത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. അതേസമയം വ്യാജമൊഴി നൽകിയ സംഭവത്തിൽ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് DGP അറിയിച്ചിരുന്നു. സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കാം എന്നായിരുന്നു DGP-യുടെ ശുപാർശ. സ്വർണ്ണക്കടത്തിൽ ADGP P. വിജയന് ബന്ധമുണ്ട് എന്നായിരുന്നു അജിത് കുമാർ നൽകിയ മൊഴി. SP സുജിത് ദാസ് പറഞ്ഞു എന്നായിരുന്നു DGP-ക്ക് നൽകിയ മൊഴി. എന്നാൽ സുജിത് ദാസ് ഇക്കാര്യം നിഷേധിച്ചു. P. വിജയൻ നിയമ നടപടി ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇതിൽ DGP-യോട് സർക്കാർ അഭിപ്രായം ആരാഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന അന്വേഷണ സംഘത്തിനു മുന്നിൽ അജിത് കുമാർ നൽകിയ മൊഴി കള്ളമാണെന്ന് പറഞ്ഞ് നേരത്തെ P. വിജയൻ DGP-ക്ക് പരാതി സമർപ്പിച്ചിരുന്നു. നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. മുൻ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു വിജിലൻസ് അന്വേഷണം നടന്നത്. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം ഉൾപ്പെടെയായിരുന്നു PV അൻവർ ഉന്നയിച്ചത്. PV അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ വിജിലൻസ് സമർപ്പിച്ചിരുന്നു. ഇതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അംഗീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. വ്യാജമൊഴി നൽകിയതിൽ P. വിജയൻ നൽകിയ പരാതിയിന്മേലുള്ള തീരുമാനം വൈകുന്നതിനിടെയാണ് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത്. P. വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിൽ MR അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശയും നൽകിയിരുന്നു. PV അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് വിഷയത്തിൽ പ്രത്യാരോപണങ്ങൾ ഉയർന്നു വന്നത്. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടാണ് PV അൻവർ ഉന്നയിച്ച ചില ആരോപണങ്ങളിൽ MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുന്നത്. ഇതിനായി അജിത് കുമാറിന്റെ മൊഴി എടുക്കുന്നതിനിടെയാണ് P. വിജയനെതിരെ മൊഴി നൽകിയത്. അതേസമയം സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ തിരഞ്ഞെടുക്കാൻ 6 പേരുടെ പട്ടിക തയ്യാറാക്കിയതിൽ MR അജിത് കുമാറും ഉൾപ്പെട്ടിരുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിലേക്ക് MR അജിത് കുമാറിനെ ഉൾപ്പെടുത്തി മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയിരിക്കുന്നത്. 2025 ജൂണിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കും. ഈ ഒഴിവിലേക്ക് തയ്യാറാക്കിയ പട്ടികയിലാണ് അജിത് കുമാറും ഇടം പിടിച്ചത്. നിരവധി ആരോപണങ്ങളെ തുടർന്ന് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. വിവിധ വിഷയങ്ങളിൽ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നതിനിടയിലാണ് DGP പട്ടികയിൽ അജിത് കുമാറിന്റെ പേരുകൂടി ഇടം പിടിച്ചത്. 30 വർഷം IPS സർവീസ് പൂർത്തിയാക്കുന്നവരെയാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഇത്തരത്തിൽ തയ്യാറാക്കിയ കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിൽ അജിത് കുമാറിന് പുറമെ റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ, ഡൽഹി ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റാവാഡ A. ചന്ദ്രശേഖർ, വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരാണുള്ളത്. നിലവിലെ നടപടിക്രമം അനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവി വിരമിക്കുന്നതിന് മുന്നോടിയായി 30 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയവരും വിരമിക്കാൻ കുറഞ്ഞത് 6 മാസം കാലാവധി ശേഷിക്കുന്നതുമായ കേരള കാഡറിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് കേന്ദ്രത്തിന് സമർപ്പിക്കുക. ഇത്തരത്തിൽ തയ്യാറാക്കി സംസ്ഥാനം കൈമാറിയ 6 പേരുടെ പട്ടികയിൽ നിന്നും 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കൈമാറും. ഈ 3 പേരിൽ ഒരാളെ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവിയായി നിയമിക്കാം. കേന്ദ്രം തയ്യാറാക്കി സംസ്ഥാനത്തിന് കൈമാറുന്ന 3 പേരുടെ പട്ടികയിൽ MR അജിത് കുമാർ ഇടം പിടിച്ചാൽ സർക്കാരിന് പോലീസ് മേധാവിയായി അജിത് കുമാറിനെ നിയമിക്കുന്നതിന് തടസ്സമില്ല. മുൻപ് TP സെൻകുമാറിന്റെ 1ാം പിണറായി സർക്കാർ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ അദ്ദേഹം സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിലാണ് സംസ്ഥാന പോലീസ് മേധാവിമാരെ നിയമിക്കുന്നതിന് ഇത്തരത്തിൽ ഒരു നടപടിക്രമം നടപ്പാക്കണം എന്ന ഉത്തരവ് വന്നത്. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.